അന്ന് കുട്ടികൾ ചോദിച്ചു ഓണക്കാലത്ത്, അന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബായിരുന്നു, എൻ്റെ റബ്ബേ പുസ്തകമെവിടെ, പുസ്തകമെവിടെ? അപ്പൊ റബ്ബ് പറഞ്ഞു, ഓണം ഇങ്ങനെ നേരത്തെ വന്നത് ഞാൻ അറിഞ്ഞില്ലെന്ന്. അതല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസം? നിങ്ങളെ കച്ചവടം ചെയ്ത വിദ്യാഭ്യാസത്തെ എല്ലാവർക്കും ഉള്ള വിദ്യാഭ്യാസമാക്കി മാറ്റിയില്ലേ? ഇന്ന് 7ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം കൊടുക്കുകയാണ്. 8ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം, 9 കഴിഞ്ഞാൽ 10ലെ പാഠപുസ്തകം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പാഠപുസ്തകമില്ലാത്ത സ്ഥിതി ഉണ്ടോ കേരളത്തിൽ? പാഠപുസ്തകവും മാത്രമല്ല സൗജന്യം, ഉച്ചഭക്ഷണം സൗജന്യം, 2 ജോഡി യൂണിഫോം സൗജന്യം കേരളത്തിൽ. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമാണോ കേരളത്തിന്റെ നേട്ടം? ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും ആ നേട്ടം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നമ്മുടെ സംസ്ഥാനത്തെ 2 സർവകലാശാലകൾ A++ നേടി രാജ്യത്തെ റാങ്കിങ്ങിൽ 1ാം നിലയിലേക്ക് വന്നു. നാക് അക്രഡിറ്റേഷൻ A++. കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും. NIRF റാങ്കിംഗ് പട്ടികയിൽ 100 കോളേജുകൾ എടുത്താൽ 18 സർക്കാർ കോളേജുകൾ. ഞാൻ ഓരോന്നിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ആരോഗ്യമേഖലയിൽ നാം അനുഭവിച്ച വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധി കാലത്ത് കേരളത്തെ നയിച്ച ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ഞങ്ങളുടെ ജാഥയുടെ പ്രധാനപ്പെട്ട അംഗമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ, കോവിഡ് മഹാമാരി ലോകമാകെ വിറങ്ങലിച്ചു നിന്ന സാഹചര്യം. ലോക സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ പോലും 60 കഴിഞ്ഞ മനുഷ്യർക്ക് ഓക്സിജൻ കൊടുക്കാൻ ഇല്ലാതെ പ്രതിസന്ധിയിലേക്ക് പോയ കാലം. മനുഷ്യ മരണത്തിന്റെ കണക്ക് ഇങ്ങനെ ഭീമാകാരമായി ഉയർന്നുന്ന കാലം. അവിടെ കേരളം എന്ന കൊച്ചു സംസ്ഥാനം തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. 60 കഴിഞ്ഞവർ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ 55കാരൻ വന്നാൽ 60കാരൻ്റെ ഓക്സിജൻ മാസ്ക് എടുത്ത് 55കാരന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ 60കാരൻ മരണത്തിലേക്ക് പോകും. അപ്പോഴാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാത്തു ഉമ്മ, വയസ്സ് 120, കോവിഡ് ചികിത്സ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ആശുപത്രിയിൽ നിന്ന് വരുന്ന ഒരു ചിത്രമാണ് ലോകത്തെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അതാണ് കേരളം.